നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് Tally.ERP ഒരു പ്രത്യേക കേപ്പബിലിറ്റിയെ കുറിച്ചിട്ടാണ്. ഒരുപാട് സ്റ്റോക്ക് ഐറ്റം ഉള്ളവർക്ക് നേരിടുന്ന ഒരു പ്രയാസമാണ് GST റേറ്റ് മാറുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഓരോ ഐറ്റത്തിനകത്തും ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് ഈ ഐറ്റത്തിനെല്ലാം കൂടി ഒരുമിച്ച് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ടാലിയിലുണ്ടോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓരോ ഐറ്റത്തിനകത്തും കയറി സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം. അതിന് വേറെ എവിടെയും പോകേണ്ട, നമുക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GSTR റിപ്പോർട്ടുകളിലും ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം ഇൻവെൻട്രി ഇൻഫോയിൽ പോകാം. രണ്ടും സെയിം തന്നെയാണ്. ഇൻവെൻട്രി ഇൻഫോയിൽ നമുക്ക് ഇവിടെ ടാക്സ് റേറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻവെൻട്രി ഇൻഫോയിൽ ടാക്സ് റേറ്റ് സെറ്റപ്പ്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ GST സെലക്ട് ചെയ്യണം. സോ നമ്മുടെ ഈ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം കാണാം. ഇലക്ട്രോലെക്സ് ഉണ്ട്, കെൽവിനേറ്റർ ഉണ്ട്, റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ സാംസങ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, ടാക്സിൻ്റെ ആപ്ലിക്കബിലിറ്റി ഡേറ്റ്, അതുപോലെ തന്നെ HSN കോഡ് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, സെസ് ഉണ്ടെങ്കിൽ അതും വരെ കാണിക്കും. സോ ഇതാണ് ഒരു ബേസിക് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എടുത്താൽ ഓരോ ഗ്രൂപ്പിൻ്റെയും അകത്തുള്ള ഐറ്റംസ് കാണാൻ പറ്റും. അപ്പം ഇലക്ട്രോലെക്സിനകത്ത് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കെൽവിനേറ്ററിനകത്തും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഞാനൊന്ന് കണ്ടൻസ്ഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. എനിക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോലെക്സിൻ്റെ ടാക്സ് റേറ്റ് ഇപ്പോൾ 18%, അത് 28% മാറി എന്നിരിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് ചിന്തിക്കുക. സോ നമ്മൾ ഓരോ ഐറ്റത്തിനകത്തും കയറി റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരൊറ്റ സിംഗിൾ സ്ക്രീനിൽ ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ സ്പേസ് ബാർ അടിച്ചാൽ ആ ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോലെക്സും അതിനകത്തുള്ള എല്ലാ സ്റ്റോക്ക് ഐറ്റംസും സെലക്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ഷന് ശേഷം റൈറ്റ് സൈഡിൽ നിങ്ങൾ ടാക്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടാക്സ് റേറ്റ് ഒന്നും വേണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ പുതുതായിട്ട് ടാക്സ് സെറ്റ് ചെയ്യേണ്ടതിന് ശേഷം സെറ്റ് റേറ്റ് എന്നുണ്ട്, എൻഫോഴ്സ് റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പുതിയ റേറ്റ് കൊടുക്കാൻ വേണ്ടി സെറ്റ് റേറ്റോ എൻഫോഴ്സ് റേറ്റോ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ റേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇവിടെ റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ആ ഗ്രൂപ്പിന് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. പക്ഷേ എൻഫോഴ്സ് റേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി, ഒരു അഡ്വാൻറ്റേജും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്, അവിടെ സെയിം ഓപ്ഷൻ തന്നെയാണ് വന്നത്. താഴെ നിങ്ങൾ നോക്കുക, ദിസ് വിൽ സെറ്റ് GST റേറ്റ് ഫോർ സ്റ്റോക്ക് ഗ്രൂപ്പ് ഇലക്ട്രോലെക്സ്. ആ ഗ്രൂപ്പിനാണ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ദിസ് വിൽ ഓൾസോ എറൈസ് ടാക്സ് ഡീറ്റെയിൽസ് ഫ്രം സബ് ഗ്രൂപ്പ് ആൻഡ് ഐറ്റംസ് അണ്ടർ ഇറ്റ്. അപ്പം ഈ എൻഫോഴ്സ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഐറ്റത്തിൻ്റെ ടാക്സ് റേറ്റ് കൂടി എറേസ് ആയി പുതിയ റേറ്റ് വരും എന്നുള്ളതാണ് പ്രത്യേകത. സോ നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ എൻഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഐറ്റത്തിനകത്ത് റേറ്റ് വരെയും ചേഞ്ച് ആയി പോകും, എറേസ് ആയി പോകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇലക്ട്രോലെക്സ് വേണ്ട, അതിനകത്ത് 1-2 ഐറ്റത്തിൻ്റെ മാത്രം മതി, അല്ലെങ്കിൽ സാംസങ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ 1-2 ഐറ്റത്തിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്തൊന്ന് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇലക്ട്രോലെക്സ് സെലക്ഷനാണ്. അത് വേണ്ട എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി സ്പേസ് ബാർ അടിച്ചിട്ട് ഡീസെലക്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ സാംസങ്ങിലേക്ക് വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മതിയെങ്കിൽ ആ ഐറ്റം മാത്രം സ്പേസ് ബാർ അടിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് റേറ്റ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കി ഐറ്റം മാത്രം സെലക്ട് ചെയ്യുമ്പം അവിടെ എൻഫോഴ്സ് റേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സെറ്റ് റേറ്റ് കൊടുക്കാം. കാരണം എൻഫോഴ്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്ത് ഉള്ള ഐറ്റത്തിനും ആ ഗ്രൂപ്പിനും മുഴുവൻ ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ടാക്സ് റേറ്റ് മാറ്റാൻ സാധിക്കുന്നത്. സെറ്റ് റേറ്റ് അല്ലെങ്കിൽ ക്ലിയർ റേറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ടാക്സ് ഹിസ്റ്ററി ഉണ്ടാവും. ഓരോ ഡേറ്റിലും ഏതൊക്കെ ടാക്സ് റേറ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഈ ഒരു ഓപ്ഷനും കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്കൊരു ഗ്രൂപ്പിലെ ഐറ്റത്തെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനും സാധിക്കും. ഇപ്പോൾ ഞാൻ കെൽവിനേറ്റർ എന്ന് പറഞ്ഞ 2-3 ഐറ്റം ഉണ്ട്. അതിൽ 1-2 ഐറ്റത്തിനെ നിങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റണമെങ്കിൽ, ഇപ്പോൾ ഞാൻ 2 ഐറ്റം സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് താഴെ മൂവ് ടു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. സോ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് ഉപയോഗമുള്ളൊരു ഓപ്ഷനാണ്. ഈ സെയിം ഓപ്ഷൻ നിങ്ങൾക്ക് എവിടെയും ലഭ്യമാണ്. നിങ്ങൾ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ അവിടെ നിങ്ങൾക്ക് GSTക്കകത്ത് ഈ പറഞ്ഞ
ഓപ്ഷൻ GST റേറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഇവിടെ നിന്നും എടുക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻവെൻട്രി ഇൻഫോയിൽ നിന്നും അത് എടുക്കാവുന്നതാണ്. സോ നിങ്ങളിത് ചെയ്ത് നോക്കുക. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.